परमेश्वर के नाम की महिमा और बड़ाई करते हैं आज के समय के लिए। कल जब मैं मार्केट गया हुआ था तो मैंने एक ऐसी चीज़ देखी जो मैं आप सभी को दिखाना चाहता हूँ। सबसे पहले आप वो वीडियो को देख लीजिए, उसके बाद मैं आगे की चर्चा करूँगा। ഇവിടുത്തെ യാതൊരു വിധമായ പ്രമാണങ്ങളും ദൈവത്തിന് ആവശ്യമില്ല. ഇവിടെ മാനുഷികമായ പ്രമാണപ്രകാരമായി ദൈവത്തിന്റെ പ്രിയമുള്ളതല്ല. അത് നമ്മുടെ മേൽ ദൈവത്തെ അംഗീകരിക്കുകയെന്നും ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ പങ്കുള്ളവരായി തീരുകയെന്നും ജാതിമത ഭേദവർഗ വർണ്ണ വ്യത്യാസ മുഖപക്ഷങ്ങളിൽ ഒന്നുമില്ലാതെ വണ്ണം ദൈവത്തിലേക്ക് കടന്നു വന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ മകനായിരിക്കുന്ന ക്രിസ്തുവിന് നാം പ്രിയമുള്ളവരെ ഉറക്കണം. ക്രിസ്തുവിനെ ഉറച്ചാൽ നമുക്ക് ലഭിക്കുന്ന ദൈവകൃപ എനിക്കും നിങ്ങൾക്കും പ്രിയമുള്ളവരെ അത്യന്തമായ ധനമാണ്. ഈ ധനം പ്രാപിക്കണമെന്നാണ് ഞാൻ ഇന്ന് പകൽക്കാലം ആത്മാവിൽ പ്രിയപ്പെട്ടവരോട് പറയുന്നു. അതുകൊണ്ട് അവനെ കേൾക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു ജാതിമത വ്യവസ്ഥകൾ കൂടാതെ വേണം അംഗീകരിച്ച് ദൈവത്തിന്റെ മക്കളായി തീരുവാൻ പ്രിയമുള്ളവരെ ഏതൊരു ദൈവസനയിലും സ്വർഗത്തിൽ ആയിരിക്കുമെന്ന് വളരെ വ്യക്തമായി ഞാൻ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കാൻ. മഹാമാരിയിൽ പെട്ടുപോയ രോഗത്തിൽ വീണുപോയാൽ നഷ്ടമാകും. ഇതിനെക്കുറിച്ചുള്ള വ്യാപനം വളരെ രൂക്ഷമായി നാട്ടിന്റെ നാനാഭാഗങ്ങളിലും രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലും പേപ്പർ മുഖാന്തരം ടിവി മുഖാന്തരമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മുഴുവൻ മറ്റ് ഒരു പ്രമാണങ്ങളും ആവശ്യമില്ല. ആയതുകൊണ്ട് ആ പ്രമാണത്തിലേക്ക് കടന്നുവന്ന ദൈവമായ കർത്താവിനെ അംഗീകരിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാനപ്പെട്ട് പ്രിയമുള്ളവരെ മകനും മകളുമായി ഇവിടെ ഇരിപ്പിച്ചാൽ ദൈവദാനം ഒരിക്കലും നഷ്ടമാകില്ല എന്ന് ഞാൻ ഇന്ന് മുതൽ കാണുന്നു. ആരൊക്കെ എന്റെ ഭരയിലേക്ക് മടങ്ങി വരുമെന്ന് ദൈവം ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മകൾക്കാട് ഒരു പ്രാവശ്യം കൂടി എന്നുകൊണ്ട് പറയുന്നതായ താല്പര്യം ഒരാത്മാവിന്റെ ലോകത്തെക്കാൾ വിലയേറിയതായ ഒരു ആത്മാവ് നിനക്ക് ഞാൻ തരുമെന്ന് ദൈവം നമ്മളോട് പറഞ്ഞപ്പോ ദൈവത്തിന്റെ വില അറിയുവാൻ തക്കവണ്ണ ഇടയാകുകയും അതേ പ്രകാരമായ രക്ഷാവായ ദൈവത്തെ നമുക്ക് ആ നാളുകളിൽ കണ്ടുകൊണ്ട് സ്വർഗത്തിലിരിക്കുവാൻ നമുക്ക് അങ്ങനെ വഴികളൊന്നും സ്വർഗത്തിന് പോകുവാനില്ല. വേറെ ഒരു വഴിയില്ല. യേശുവിനെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും, എന്നെക്കൂടി താളുവണ്ണം ആരും സ്വർഗപ്രവേശനം ചെയ്യുകയില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ പകർന്നവരെ ശുശ്രൂഷകൾ ചെയ്തതായ സമയം ജനത്തോട് പറഞ്ഞതായ കാര്യമാണത്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ നാളുകളെ കുറിച്ച് നമ്മൾ ഓർക്കുക. कुछ लोगों को समझ में आ गया होगा कि वो वीडियो क्या कह रहा है, लेकिन कुछ लोगों को भाषा की वजह से समझ में नहीं आया होगा। वो जो बूढ़े बाबा जी हैं वह सुसमाचार का प्रचार कर रहे हैं। अगर आप रोड पर भी देखें तो लोग उनकी बातों को सुन नहीं रहे हैं। ज़्यादातर वहाँ पर लोग खड़े भी नहीं हैं, लोग बस आ रहे हैं जा रहे हैं, कोई उनकी बात को ज़्यादा गौर से सुन भी नहीं रहा है। लेकिन फिर भी वह बाबा जी रुक नहीं रहे हैं, वह सुसमाचार का प्रचार कर रहे हैं। और वह अभी से प्रचार नहीं कर रहे हैं, वो बहुत पहले से सुसमाचार का प्रचार कर रहे हैं। रोमियो की पत्री उसका पहला अध्याय उसकी 16 आयत इस प्रकार से कहती है, क्योंकि मैं सुसमाचार से नहीं लजाता, इसलिए कि वह हर एक विश्वास करने वाले के लिए, पहले तो यहूदी फिर यूनानी के लिए उद्धार के निमित्त परमेश्वर की सामर्थ है। मेरे प्रिय भाई और बहनों, सुसमाचार का प्रचार होना उतना ही आवश्यक है जिस प्रकार से लोगों को भोजन देना, जिस प्रकार से लोगों को वायु देना, जिस प्रकार से लोगों को पानी देना। जिस प्रकार से ये सारी चीज़ें अनिवार्य हैं एक मनुष्य के जीवन के लिए, उसी प्रकार से सुसमाचार का प्रचार भी आवश्यक है लोगों के उद्धार के लिए। बिना सुसमाचार के लोगों का उद्धार नहीं हो सकता है। और यही बात है जो पौलुस इस प्रकार से कहता है कि वही उद्धार है जो सुसमाचार से होता है, और सुसमाचार परमेश्वर के उद्धार के निमित्त परमेश्वर की सामर्थ है। ऐसी और कोई भी चीज़ नहीं दी गई है जिसके द्वारा लोग उद्धार को प्राप्त करने वाले बन सके। बिना सुसमाचार के उद्धार असंभव है। 17 आयत इस प्रकार से कहती है, क्योंकि उसमें परमेश्वर की धार्मिकता विश्वास से और विश्वास के लिए प्रकट होती है, जैसा लिखा है, विश्वास से धर्मी जन जीवित रहेगा।
परमेश्वर का वचन इफिसियों की पत्र उसका 2 अध्याय उसकी 8 आयत से अगर आप देखें तो इस प्रकार से कहता है कि तुम्हारा जो उद्धार है वह विश्वास से अनुग्रह के द्वारा हुआ है। मेरे प्रिय भाई और बहनों, ये जो चीज़ें दी गई हैं उसके बाद में वहाँ पर कहता है कि यह तुम्हारा कार्य नहीं है, ये परमेश्वर का वरदान है। तो मेरे प्रियो, आपको इस प्रकार से समझना है, हमें भी इस प्रकार से समझना है। मैं आपसे ये नहीं कह रहा हूँ कि आप रोड पर निकल जाइए, सुसमाचार का प्रचार करना प्रारंभ कर दीजिए, चाहे कोई सुने चाहे कोई ना सुने। मैं आपसे ये नहीं कह रहा हूँ जिस प्रकार से वो बूढ़े बाबा जी कर रहे हैं, लेकिन कम से कम आप कुछ चीज़ इस प्रकार से कर सकते हैं। अपनी गवाही दूसरे लोगों को सुना सकते हैं, अपने परिवार को आप सुना सकते हैं, अपने मोहल्ले वालों को आप सुना सकते हैं, अपने गाँव वालों को, अपने शहर वालों को आप अपनी गवाही से आप सुसमाचार लोगों को सुना सकते हैं। कम से कम आपके जीवन में जो परिवर्तन आया उसकी एक कहानी आप लोगों को सुना सकते हैं। यही वही चीज़ है जिसके द्वारा लोग उद्धार को पा सकते हैं। परमेश्वर आपको आशीष दे।